പ്രജീഷ്, നിലവിൽ ഇപ്പോഴും ഗ്രീൻ അലർട്ട് തന്നെയാണ് ജില്ലയ്ക്ക് തുടരുന്നത്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ മഴ കനക്കുന്നതായിട്ട് റിപ്പോർട്ടുകളുണ്ട്. പക്ഷേ മഴ കനക്കുമ്പോഴും ആശങ്കകൾ ജില്ലാ ഭരണകൂടത്തിനോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രമോ അറിയിക്കുന്നില്ല. പക്ഷേ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന കരിക്കകം പ്രദേശത്ത് വലിയ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. അത് എല്ലാ വർഷവും ഇത്തരത്തിൽ വെള്ളക്കെട്ട് രൂപപ്പെടുന്നതായിട്ടാണ് നാട്ടുകാരടക്കം പറയുന്നത്. അത് ഈ പ്രദേശത്ത് സ്ഥിരമായിട്ട് വെള്ളക്കെട്ട് ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ ഇനിയിപ്പം സ്കൂള് പ്രതീക്ഷ ഒരു കമൻറ്റ് വായിച്ചതുപോലെ തന്നെ സ്കൂൾ അടയ്ക്കുമോ എന്നുള്ള കുട്ടികളുടെ ആശങ്കകൾ കുട്ടികൾ പങ്കുവെക്കുന്നത് പോലെ ഇവിടെയുള്ള കുട്ടികളും ഒക്കെ തന്നെ അത്തരത്തിൽ വലിയ ആശങ്കയിൽ തന്നെയാണ്. എന്തായാലും നാട്ടുകാരടക്കം ചേരുന്നുണ്ട്. ചേട്ടാ, ഇവിടെ എന്താണ് ഇത്ര വെള്ളം പെട്ടെന്ന് ഉയരാൻ കാരണം എന്താണ്? ഇത് താഴ്ന്ന പ്രദേശമാണ് കുറച്ച്. അപ്പോൾ കഴിഞ്ഞ 2-3 വർഷം കൊണ്ടാണ് ഇത് ഇങ്ങനെ വന്നത്. ഇവിടെ ഇപ്പോൾ എത്ര കുടുംബമുണ്ട്? മൊത്തത്തിൽ ഒരു 40-45 കുടുംബത്തോളം ഉണ്ട്. അത്രയും വീടും വെള്ളത്തിലായി. അതെ. ഇനിയിപ്പോൾ മഴ തുടരുകയാണെങ്കിൽ ബാക്കിലോട്ട് ഇഷ്ടം കൂടുതൽ വീടുകളുണ്ട്. അതും വെള്ളത്തിലാകാൻ സാധ്യത. ചില വീടുകളൊക്കെ ഇടിഞ്ഞു താഴ്ന്നിട്ടുണ്ട്. അതെ. താഴ്ന്നിട്ടുണ്ട്, ഇടിഞ്ഞിട്ടുണ്ട്. 2-3 വീടോളം ഇടിഞ്ഞിട്ടുണ്ട്. വീടുകളൊക്കെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ടോ ആളുകളെ? അതെ, ഒരു 2-3 കുടുംബത്തോളം മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ തന്നെ. പിന്നെ പ്രതീക്ഷ, ഒപ്പം എടുത്തു പറയേണ്ടത് ഇത് കടകംപള്ളി സുരേന്ദ്രൻ്റെ വീടിൻ്റെ തൊട്ട് താഴെ തന്നെയാണ്. പക്ഷേ എന്നിട്ട് കൂടെ വിളിച്ചിട്ട് അറിയിച്ചിട്ട് പോലും അദ്ദേഹം എത്തിയിട്ടില്ല. ജനപ്രതിനിധികൾ ആരും എത്തിയിട്ടില്ല. പക്ഷേ ഒരു നാട്ടുകാർ തന്നെ പമ്പ് വെച്ച് വെള്ളം അടിച്ചു കളയുന്ന ഒരു സ്ഥിതിയാണ് ഇവിടെ നിന്ന്. പക്ഷേ നമുക്കറിയാവുന്നതുപോലെ തന്നെ ചെറിയ 2 പമ്പ് വെച്ച് ഇത്രയും വെള്ളമൊന്നും അടിച്ചു കളയാൻ സാധിക്കുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളക്കെട്ട് രൂക്ഷമായി തുടരുകയാണ്. ഇപ്പം 4 ദിവസമായി ഇവിടെ വെള്ളക്കെട്ടായിട്ട്. പക്ഷേ ഇന്നാണത് മാധ്യമങ്ങളൊക്കെ ഏറ്റെടുക്കുകയും അറിയുകയും ചെയ്യുന്നത്. അപ്പോൾ വാർത്ത ഇത്രയും കാലം പുറത്ത് വരാത്ത ഒരു സാഹചര്യം കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത് പുറത്തേക്ക് വരാതിരുന്നത്. അപ്പം തലസ്ഥാനത്തെ ജനജീവിതം വളരെ ദുരിതത്തിലാണ്. ഒന്ന് സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള പണി നടക്കുന്ന റോഡുകളുമായി ബന്ധപ്പെട്ട് നിലവിലെ പ്രദേശങ്ങളിലൊക്കെ തന്നെ ഇടിഞ്ഞു താഴുന്നതും അതുപോലെ തന്നെ വെള്ളക്കെട്ടായതും വാഹന ഗതാഗതം അടക്കം ബുദ്ധിമുട്ടുള്ള സാഹചര്യമുണ്ട്. സ്കൂളുകളിൽ കുട്ടികൾ പോകാൻ വലിയ ബുദ്ധിമുട്ടുള്ള ദുരിതമുള്ള സാഹചര്യമുണ്ട്. അതിനൊപ്പം തന്നെ ഇത്തരത്തിൽ ഈ പ്രദേശങ്ങളിലടക്കം താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടുണ്ട്. ഒപ്പം മറ്റ് പ്രദേശങ്ങളിലൊക്കെ പൊന്മുടി അടക്കമുള്ളിടത്ത് മരം കടപുഴകുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. ഇന്ന് രാവിലെയാണ് ഒരു കുടുംബത്തിൻ്റെ വീട്ടിലേക്ക് മരം കടപുഴകി വീണുകൊണ്ട് അവർ അത്ഭുതകരമായി രക്ഷപ്പെട്ട ഒരു വാർത്ത കൂടെ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മഴ മൂലമുള്ള കനത്ത വാർത്തകളൊക്കെ തന്നെ നിലവിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും ഇവിടെ നിലവിൽ സ്ഥിതി രൂക്ഷമാണെന്നുള്ളതാണ് നമ്മൾ കാണുമ്പോൾ മനസ്സിലാവുന്നത്. ചേട്ടാ, എങ്ങനെയാണ് ഇവിടുത്തെ ജീവിതം? ഇതൊരു 3 മാസക്കാലോളം ആയി ഇതിങ്ങനെ ഈ വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കാൻ തുടങ്ങിയിട്ട്. ഇവിടെ സാംക്രമിക രോഗങ്ങൾ വളരെയധികം ഈ മഴയത്തല്ലേ? അപ്പോൾ ഈ മഴയത്തൊന്നും ഇതൊരു ചെറിയ മഴയല്ലേ ആയുള്ളൂ. ഈ മഴയത്തിന് മുമ്പ് തന്നെ ഇവിടെ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നേരത്തെ റിപ്പോർട്ടർ സൂചിപ്പിച്ച പോലെ സ്കൂൾ അവധി ഇവിടെ നിരന്തരം 3 മാസമായി ഇവിടുത്തെ കുട്ടികൾക്ക് സ്കൂൾ അവധിയാണ്. കാര്യം സ്കൂളിൽ പോകാൻ കഴിയുന്നില്ല. പ്രാഥമിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള ടോയ്ലറ്റ് ഫുൾ നിറഞ്ഞു കഴിഞ്ഞു. ഈ റോഡുകളിൽ നിങ്ങൾക്ക് ഇപ്പോൾ കാണാം, മലിനജലവും മലമൂത്ര വിസർജനവും എല്ലാം ഇതിനകത്താണ് നടക്കുന്നത്. വളരെ ദുരിതമാണ്. വളരെ തൊട്ടടുത്താണ് MLA ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ്റെ വീട്. അദ്ദേഹത്തിന് ഇത് വളരെ നിസ്സാരമായി പരിഹരിക്കാവുന്ന കാര്യമാണ്. ഈ പമ്പ് വെച്ച് വെള്ളം അടിച്ചു കളയാൻ വേണ്ടി ഇപ്പോൾ നമുക്ക് കാണാം 5 HP ഒരു 2 പമ്പ് വെച്ച് അടിച്ചാൽ ഇത്രയും ലിറ്റർ വെള്ളം എങ്ങനെയാണ് കഴിയും? മഴ പെയ്തുകൊണ്ടും ഇരിക്കുക. ഇത് ശാശ്വതമായ പരിഹാരം 3 വർഷങ്ങൾക്ക് മുമ്പ് 3 വർഷക്കാലമായി ഇവിടെ ജനങ്ങൾ ഇത് അനുഭവിക്കുകയാണ്. സംസ്ഥാന സർക്കാർ കണ്ണടച്ച് ഇരിക്കുക. എന്താണ് അവസ്ഥ? ജനങ്ങളെ ഒരു ബന്ദിയാക്കിക്കൊണ്ട് ഇവിടെ സഞ്ചരിക്കാനോ ആൾക്കാർക്ക് ഒന്ന് സ്വതന്ത്രമായി നടക്കാനോ സഞ്ചരിക്കാനോ കഴിയാത്ത അവസ്ഥ. പ്രതീക്ഷ പറയുമ്പോൾ തന്നെ ഈ പ്രദേശത്ത് വീടുകളൊക്കെ അങ്ങോട്ടേക്ക് പോകുമ്പോൾ അവിടുത്തെ കരിക്കകത്തെ ആളുകളുടെ സ്ഥിതിയാണ്. ഒരു മഴ പെയ്തപ്പോഴേ ഇത്രയും വെള്ളക്കെട്ട് അവിടെ രൂപപ്പെടുന്നു. അവിടുത്തെ കൗൺസിലറൊക്കെ ഈ വാർത്ത കണ്ട് അടിയന്തരമായി ഇടപെടണം. ജില്ലാ ഭരണകൂടം അവിടുത്തെ ദുരിതം കാണണം. കാരണം മലിനീകരണം വളരെ തോത് വർദ്ധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നു. പകർച്ചവ്യാധികളൊക്കെ തന്നെ വ്യാപിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ആളുകളൊക്കെ പ്രത്യേക ജാഗ്രത പാലിക്കണം. വെള്ളക്കെട്ടിൽ ഇറങ്ങാതെ അവർക്ക് നിവർത്തിയില്ല. അതുകൊണ്ടാണ് അവർ വെള്ളക്കെട്ടിലേക്ക് ഇറങ്ങുന്നത് എന്നാണ് അവിടുത്തെ ആളുകൾ പറയുന്നത്. ഇതിന് അടിയന്തരമായിട്ടുള്ള ഒരു ഇടപെടൽ കൂടി പ്രതീക്ഷിക്കുകയാണ്. ജില്ലയിൽ എന്തായാലും മഴ ശക്തിപ്പെടുന്നുണ്ട് പലയിടങ്ങളിൽ എന്നാണ് ഏറ്റവും ഒടുവിലായി നമുക്ക് ലഭിക്കുന്ന വിവരം. പ്രേക്ഷകരൊക്കെ പ്രതികരിക്കുന്നുണ്ട്. കൊല്ലത്ത് ഹെവി റെയിൻ അവധിയുണ്ടോ എന്നാണ് പലരും ചോദിക്കുന്നത്. അവധി സംബന്ധിച്ച് നമുക്കിതുവരെയും റിപ്പോർട്ടുകളൊന്നും കിട്ടിയിട്ടില്ല. ജില്ലാ ഭരണകൂടമാണ് ഓരോ ജില്ലകളുടെയും സ്ഥിതി വെച്ച് അവധി പ്രഖ്യാപിക്കേണ്ടത്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും മാതൃഭൂമി ന്യൂസ് സ്ക്രോളായും വാർത്തയായിട്ടൊക്കെ നിങ്ങളെ അറിയിക്കുന്നതാണ്. ഇതുവരെ അങ്ങനെ ഒരു വിവരമൊന്നും നമുക്ക് ലഭിച്ചിട്ടില്ല. ഹെവി റെയിൻ ഇൻ
കണ്ണൂരിലും വലിയ തോതിൽ മഴ പെയ്യുന്നു എന്നാണ് ആളുകൾ പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ 7 ജില്ലകളിൽ, പ്രധാനപ്പെട്ട ജില്ലകളിലൊക്കെ കനത്ത മഴയ്ക്കുള്ള, അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. 5 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. 2 ജില്ലകളിൽ മാത്രമാണ് ഗ്രീൻ അലർട്ട് ഇപ്പോൾ നിലവിലുള്ളത്. അത് കൊല്ലം, തിരുവനന്തപുരം ജില്ലകളാണ്. തിരുവനന്തപുരത്ത് പക്ഷേ ഒറ്റപ്പെട്ട ഇടങ്ങളിലൊക്കെ തന്നെ മഴ പെയ്യുകയും ജലാശയങ്ങൾ നിറയുകയും വെള്ളക്കെട്ട് രൂപപ്പെടുന്നു. താഴ്ന്ന പ്രദേശങ്ങളൊക്കെ തന്നെ അടിയിലാകുന്ന സ്ഥിതി കൂടിയുണ്ട്. ജാഗ്രത പാലിക്കുക തന്നെ വേണം.